എല്ലാവർക്കും വീണ്ടും സൈബർടെക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ മോഡം, വോവയുടെ മോഡം ആവാം, നെറ്റ്ലിങ്കിൻ്റെ മോഡം ആവാം, ഏത് മോഡം ആവാം കേരളാവശ്യം തരുന്നത്. അതിനകത്ത് അല്ലെങ്കിൽ ഏതൊരു ബ്രോഡ്ബാൻഡ് ISP തരുന്ന മോഡാകട്ടെ, കേരളാവശ്യം മാത്രമല്ല, നമുക്ക് ഏത് മോഡം എടുത്താലും അതിലെങ്ങനെ ഗസ്റ്റ് വൈഫൈ എനേബിൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് അറിയാം അതിൽ ഗസ്റ്റ് വൈഫൈയുടെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഞാനത് എങ്ങനെ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഗസ്റ്റ് വൈഫൈക്ക് വേണ്ടി ഒരു SSID സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 SSID ആവും നിങ്ങളുടെ വീട്ടിൽ. അപ്പം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഗസ്റ്റ് വൈഫൈ എന്നൊരു പേരിലും ഒന്ന് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമുള്ളൊരു പേരിലും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ 2 SSID എങ്ങനെ ഒരു മോഡത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഞാൻ എൻ്റെ ഡീലിങ്കിൻ്റെ 2 ഗസ്റ്റ് വൈഫൈ അങ്ങ് ടേൺ ഓഫ് ചെയ്തു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഞാൻ എൻ്റെ മോഡത്തിലൊരു ഗസ്റ്റ് വൈഫൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ മോഡത്തിൻ്റെ ഗസ്റ്റ് വൈഫൈ ഇപ്പോൾ ഇല്ല. നിങ്ങൾക്ക് എൻ്റെ SSIDs കാണാൻ ലിസ്റ്റ് ചെയ്യുന്നത് ആകെയുള്ളത് എൻ്റെ ഒരു ഡുവൽ ബാൻഡിൻ്റെ 2.4 ഒരു എക്സ്റ്റൻഡറും ഒരു ഹോം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എൻ്റെ മോഡം കേരളാവശ്യൻ്റെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി ഞാൻ പഴയ വീഡിയോ പറയുന്ന സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മോഡത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മോഡത്തിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന സർവീസായി കാണുന്ന IP അഡ്രസ് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ മോഡത്തിൽ ലോഗിൻ ചെയ്യുന്നത് കാണാൻ പറ്റും. അത് പറഞ്ഞ് ഞാൻ വെറുതെ സമയം കളയുന്നുണ്ട് ഇനിയും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എങ്ങനെ മോഡത്തിൽ ലോഗിൻ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് അറിയത്തില്ലെങ്കിൽ ഇന്നലെയോ മുന്നേ ഒക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഈ മോഡത്തിൽ ലോഗിൻ ചെയ്യാം, എവിടുന്ന് പാസ്വേഡ് കിട്ടുന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് ഞാൻ പറയാം. മോഡത്തിന്റെ ബാക്ക് സൈഡിലുണ്ട് നിങ്ങളുടെ IP അഡ്രസ്സും അതുപോലെ തന്നെ പാസ്വേഡും. അപ്പോൾ ഞാൻ അഡ്മിൻ കൺട്രോൾ അല്ലെങ്കിൽ അഡ്മിൻ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. Epadmin അതുപോലെ തന്നെ അഡ്മിൻ ക്യാപിറ്റൽ ലെറ്റർ EP ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിതിനെ ഒരു ഗസ്റ്റ് വൈഫൈ SSID ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഈ മോഡ് അങ്ങനെ ഒരു ഗസ്റ്റ് വൈഫൈ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല, പക്ഷേ നമ്മളത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുക്കുക. നിങ്ങളുടെ മോഡം ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുക്കുക. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ WLAN ഉണ്ട്, കണ്ടില്ലേ? മോഡത്തിന്റെ അഡ്വാൻസ് സെറ്റിംഗ്സ് എടുക്കുക, WLAN എടുക്കുക, WLAN ബേസിക്സ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന എത്ര ഒരു വൈഫൈ അല്ലെങ്കിൽ ഒരു SSID മാത്രം ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. 1 SSID, അത് മാത്രം എൻ്റെ മോഡത്തിൽ മാത്രം ഞാൻ എനേബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്ന അറിയോ? ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ SSID ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഗസ്റ്റ് വൈഫൈ ആണല്ലേ, ഗസ്റ്റ് വൈഫൈ. ഈ മോഡ് അങ്ങനെ ഗസ്റ്റ് വൈഫൈ മോഡൊന്നും സപ്പോർട്ട് ചെയ്തില്ല, പക്ഷെ നമുക്ക് അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് SSID ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗസ്റ്റ് വൈഫൈ ഇവിടെ എനേബിൾ SSID കൊടുക്കുക. അപ്പോൾ ഇതിന് ഡിവൈസസ് അസോസിയേറ്റഡ് എത്ര ഡിവൈസ് വരെ ഇതിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഡിവൈസ് മാക്സിമം, അല്ലെങ്കിൽ 4 ഡിവൈസ്. കാരണം ഗസ്റ്റ് വൈഫൈ ആണ്, അപ്പോൾ ലിമിറ്റഡ് ആയിരിക്കണം കണക്ടിവിറ്റി. അല്ലെങ്കിൽ 5 ഡിവൈസ് നമുക്ക് കൊടുക്കാം. 5 ഡിവൈസ് കണക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കുക ഇവിടെ. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റ് വൈഫൈയുടെ SSID ക്രിയേറ്റ് ചെയ്തു. ഇനി അത് കോൺഫിഗർ ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗസ്റ്റ് വൈഫൈ എനേബിൾ ആയിട്ടുണ്ട്. എനേബിൾഡ്, കോൺഫിഗർ, അൺകോൺഫിഗർഡ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കോൺഫിഗർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓതന്റിക്കേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും WPA അല്ലെങ്കിൽ WPA2 അല്ലെങ്കിൽ WPA ഈ ഒരു മിക്സഡ് WPA2 കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ലെഗസി ഡിവൈസസ് പണ്ടൊക്കെ ഉള്ള പഴയ ആൻഡ്രോയിഡ് ഫോണുകളോ അല്ലെങ്കിൽ പഴയ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്തില്ല. അപ്പം നമുക്കിനകത്ത് ഏറ്റവും റെക്കമെൻഡഡ് എന്ന് പറയുന്നത് TKI ആൻഡ് AES ആണ് ഫോർ ബെറ്റർ സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഏതെങ്കിലും ഒരു പഴയ പാസ്വേഡ് ആയിരിക്കും, അത് ഡിലീറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 തൽക്കാലത്തേക്ക് ഒരു ഡിഫോൾട്ട് പാസ്വേഡ് ഞാൻ കൊടുത്തു. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഈ AP പിന്ന് മാറ്റിയിട്ട് PBC ആക്കുക. അപ്പോൾ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടൊന്നും നമ്മുടെ ഒരു മോഡൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും സെറ്റിംഗ്സ് സെറ്റ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് SSID സെറ്റ് ചെയ്തു. SSID നമുക്ക് ഗസ്റ്റ് വൈഫൈ എന്നോ അല്ലെങ്കിൽ ഹോം വൈഫൈ, ഗസ്റ്റ് വൈഫൈ എന്നോ എന്താണ് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഗസ്റ്റ് വൈഫൈയുടെ പേര്. അപ്പോൾ അതുപോലെ എനേബിൾ SSID ക്ലിക്ക് ചെയ്യണം. അപ്പം എത്ര വൈഫൈ കണക്ട് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ എത്ര വൈഫൈ ഡിവൈസസിന് ഈ ഒരു വൈഫൈ SSIDലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനേബിൾ ബ്രോഡ്കാസ്റ്റ് SSID ഉണ്ട്. അപ്പം ഇതൊക്കെ സെലക്ട് ചെയ്തു. നമ്മൾ ഓതന്റിക്കേഷൻ മോഡ് സെലക്ട് ചെയ്തു, എൻക്രിപ്ഷൻ മോഡ് സെലക്ട് ചെയ്തു, ഒരു പാസ്വേഡ് കൊടുത്തു. അപ്പം ഇത്രയൊക്കെ സെലക്ട് ചെയ്തു. ഇവിടെ എനേബിൾ WPS കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോഡത്തിലുള്ള WPS ബട്ടൺ പ്രസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വൈഫൈ എനേബിൾ ആയി. അപ്പോൾ മാക്സിമം ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന 5 എണ്ണം എനേബിൾ ആയിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റ് വൈഫൈ നമ്മുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് ചെയ്യും. അപ്പോൾ കോൺഫിഗർ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗസ്റ്റ് വൈഫൈ. നമ്മൾ മുന്നേ നോക്കിയപ്പോഴത്തേക്ക് ഗസ്റ്റ് വൈഫൈ ഇവിടെ ഇല്ലായിരുന്നു.
അപ്പോൾ ഇതാണ് നമുക്ക് റേഞ്ചും കാണാം ഏകദേശം നമ്മുടെ ഹോം നെറ്റ്വർക്കിന്റെ. എനിക്കിവിടെ റേഞ്ച് ഇല്ല, ഞാൻ കുറച്ച് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹോം നെറ്റ്വർക്കിന്റെയും ഈ ഒരു ഗസ്റ്റ് വൈഫൈയുടെയും റേഞ്ചും സെയിം ആണ്. ഞാൻ സ്ട്രൈറ്റ് ടു കണക്ട് നോക്കിയാൽ ചിലപ്പോൾ കണക്ട് ആവത്തില്ല, കുറെ ദൂരെയാണ്. കണക്ട് ആവുന്നുണ്ട്. ഞാൻ 1 2 3 4 5 6 7 8 കൊടുത്തു. നമ്മുടെ ഗസ്റ്റ് വൈഫൈ കണക്ട് ആവുന്നുണ്ട്. ഗസ്റ്റ് വൈഫൈ കണക്ട് ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. നമുക്കിപ്പം ഗസ്റ്റ് വൈഫൈ ഒന്നും ഇല്ലാത്തൊരു മോഡോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. തുടർന്നും നല്ല ടെക് വീഡിയോകൾ കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.